നമ്മുടെ മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് എൻ്റെ അറിവിൽ ഞാൻ പറയുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് മക്കൾ മിക്കവരും അവരുടെ പഠിത്തം കഴിയുമ്പോൾ അവരുടെ ജോലിക്കായിട്ടും ഒക്കെ പുറത്തു പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണ്? നമ്മുടെ കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ ആരോഗ്യമായാലും നമ്മുടെ സന്തോഷം കണ്ടെത്താനും എല്ലാത്തിനും അവരുടെ പുറകെ നടന്ന് അവരെ ശല്യം ചെയ്യാതെ ലെറ്റ് ദം ലിവ് ഹാപ്പിലി എന്നുള്ള രീതിയിൽ അവരെ നമ്മൾ വിട്ടുകൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും? തിരിച്ചും അവർക്ക് നമ്മളോട് അത്രയ്ക്കും നമ്മളെ സ്നേഹിക്കും. അതല്ലാണ്ട് എപ്പോഴും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ വിഷമതകളും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞ് അവരെ അലട്ടാതെ അവർക്ക് എത്രമാത്രം സമാധാനം കൊടുക്കാമോ അത് ചെയ്യേണ്ട കടമ ഓരോ മാതാപിതാക്കൾക്കും ഉണ്ട്. ഒരുപക്ഷെ ഞാൻ എല്ലാത്തിലും പറയുന്ന പോലെ ഒറ്റപ്പെട്ട് കഴിയുന്നവരായിരിക്കാം, ചിലപ്പോൾ രണ്ടുപേരും ഒന്നിച്ച് കഴിയുന്നവരായിരിക്കാം. എങ്കിലും നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത്, അയ്യോ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കളല്ലേ, അവർ നമ്മളെ നോക്കണം, തീർച്ചയായിട്ടും നോക്കണം. പക്ഷെ അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ അവരെവിടെയെങ്കിലും സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ. അങ്ങനെ പറയുമ്പോൾ എന്ത് പറ്റും? നല്ലൊരു സ്നേഹം നമുക്ക് അവരിൽ നിന്നും തിരിച്ചു ലഭിക്കും. ആ കുട്ടികളുടെ മനസ്സിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ അത്രയും സ്നേഹിക്കുന്നു, അതുകൊണ്ട് തിരിച്ചും നമുക്കൊരു സ്നേഹം കൊടുക്കണം. അല്ല കൊച്ചിലെ പഠിപ്പിച്ചതും കൊച്ചിലെ വളർത്തിയ സ്നേഹമൊന്നും അവർ ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പം എന്ത് ചെയ്യണം? എല്ലാ മാതാപിതാക്കളും ചെയ്യേണ്ടത് സ്വയം സംരക്ഷിക്കുക. നമ്മുടെ ആരോഗ്യമായാലും എന്തെങ്കിലും ഒരു ഏജ് കഴിയുമ്പോൾ വരിച്ചുവാരി ഭക്ഷണങ്ങളൊക്കെ കഴിക്കാതെ നമുക്കിഷ്ടമുള്ള ആഹാരം, ഇഷ്ടമുള്ള ഡ്രസ്സ്, ഇഷ്ടമുള്ള ആൾക്കാരെ കണ്ട് സംസാരിക്കാനും ഒക്കെ പഠിച്ച് നമ്മുടെ ജീവിതം നമുക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ, വേറെ ഒന്നുമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ കുട്ടികൾ അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. പഴയ കാലമല്ല, കൂട്ടുകുടുംബത്തോടെ നിന്ന് എല്ലാവരും ഓരോ സന്തോഷങ്ങളും കണ്ടെത്തി ജീവിക്കുന്ന കാലമൊക്കെ മാറി. അവരവരുടെ സന്തോഷം കണ്ടെത്തുക എന്ന് പറഞ്ഞ് എന്നും ഫിലിമിന് പോകണമെന്നോ എന്നും ഡാൻസ് കാണാൻ പോകണമെന്നോ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്വയം നമ്മുടെ സന്തോഷം കണ്ടെത്തി മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ അവർ സന്തോഷത്തോടെയാണ് അവർ ജീവിക്കുന്നത് എന്നൊരു തോന്നൽ ഉണ്ടാകത്തക്കവണ്ണം നമ്മൾ ജീവിക്കണം.